എത്യോപ്യയിലെ വടക്കൻ പ്രവിശ്യയായ ടിഗ്രയിൽ 2 വർഷം നീണ്ടുനിന്ന ക്രൂരമായ ആഭ്യന്തര യുദ്ധം 2022 നവംബറിൽ അവസാനിച്ചപ്പോൾ മേഖല പൂർണ്ണമായും സമാധാനത്തിന്റെ പാതയിലേക്ക് വന്നു എന്നാണ് ലോകമാകെ കരുതിയിരുന്നത്. പലതരം സമാധാന കരാറുകളും അക്കാലത്ത് നിലവിൽ വന്നിരുന്നു. എന്നാൽ യുദ്ധം വരുത്തിയ നാശങ്ങളെക്കാൾ വലിയ ദുരിതത്തിലേക്കാണ് ഇന്ന് ഈ പ്രദേശം കൂപ്പുകുത്തിയിരിക്കുന്നത്. ഒരു വർഷം മുൻപ് അമേരിക്കൻ സഹായ ഏജൻസിയായ USAID തങ്ങളുടെ സേവനങ്ങൾ ടിഗ്രയിൽ നിർത്തിയതിന് പിന്നാലെ പ്രദേശത്ത് ദിനം പ്രതി പട്ടിണി മരണങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ക്ഷാമവും പട്ടിണിയും പിടികൂടിയ എത്യോപ്യൻ പ്രദേശത്തിന്റെ സ്ഥിതിഗതികൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. എത്യോപ്യൻ കേന്ദ്ര സർക്കാരും ടിഗ്രേ പ്രവിശ്യ ഭരിച്ചിരുന്ന ടിഗ്രേ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് എന്ന സംഘടനയും തമ്മിലുണ്ടായ രാഷ്ട്രീയ തർക്കങ്ങളായിരുന്നു 2020 ആരംഭിച്ച ആഭ്യന്തര യുദ്ധത്തിന് കാരണമായത്. പതിറ്റാണ്ടുകളോളം എത്യോപ്യൻ രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തിയിരുന്ന ടിഗ്രേ വിഭാഗത്തിന് 2018 അബിയ് അഹമ്മദ് പ്രധാനമന്ത്രിയായതോടെ അധികാരം നഷ്ടപ്പെട്ടതായിരുന്നു യുദ്ധത്തിന്റെ പശ്ചാത്തലം. കോവിഡ് കാരണം മാറ്റിവെച്ച തെരഞ്ഞെടുപ്പ് ടിഗ്രയിൽ കേന്ദ്ര അനുമതിയില്ലാതെ നടത്തിയതും ടിഗ്രയിലെ ഒരു സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നതും യുദ്ധത്തിന് തിരികൊളുത്തി. ഈ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയിലാവുകയും ചെയ്തു. അതിക്രൂരമായ ഒരു യുദ്ധം തന്നെയായിരുന്നു ഇത്. 2 വർഷത്തെ പോരാട്ടത്തിനു ശേഷം ടിഗ്രേ സൈന്യം പൂർണ്ണമായും തളരുകയും ജനങ്ങൾ കടുത്ത പട്ടിണിയിലാവുകയും ചെയ്തു. അന്താരാഷ്ട്ര സമ്മർദ്ദം കൂടി ശക്തമായതോടെ ഇരുവിഭാഗവും ചർച്ചയ്ക്ക് തയ്യാറായി. 2022 നവംബർ 2 ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഒപ്പുവെച്ച കരാറോടെ ഇരുവിഭാഗവും യുദ്ധം അവസാനിപ്പിച്ചു. എന്നാൽ അപ്പോഴേക്കും ടിഗ്രേ പ്രദേശം പൂർണ്ണമായും തകർന്നിരുന്നു. പട്ടിണിയും ദുരിതങ്ങളും ആ രാജ്യത്തെ പൂർണ്ണമായും തകർത്തു. ഈ പ്രതിസന്ധിയിൽ നിന്നും അല്പമെങ്കിലും ആ പ്രദേശത്തെ കരകയറ്റിയത് അമേരിക്കൻ സഹായ ഏജൻസിയായ USAIDന്റെ പ്രവർത്തനങ്ങളായിരുന്നു. എന്നാൽ വിതരണം ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിക്കപ്പെടുന്നു എന്ന ആരോപണത്തെ തുടർന്ന് USAID തങ്ങളുടെ സേവനങ്ങൾ ടിഗ്രയിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചതോടെ ജനങ്ങൾ പൂർണ്ണമായും പട്ടിണിയിലായി. പ്രദേശത്ത് പട്ടിണി മരണങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് നയതന്ത്ര ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും തമ്മിൽ വലിയ തർക്കങ്ങളും നടന്നിരുന്നു. എന്നാൽ ഈ തർക്കങ്ങളിൽ ബലിയാടുകളായതാകട്ടെ ആ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ആയിരക്കണക്കിന് ആളുകളാണ് ഭക്ഷണവും മരുന്നും കിട്ടാതെ ടിഗ്രയിൽ മരിച്ചു വീണത്. ഇതിൽ ഭൂരിഭാഗവും കുട്ടികളും പ്രായമായവരുമാണ്. കൃഷിനാശവും വരൾച്ചയും സ്ഥിതി കൂടുതൽ വഷളാക്കി. ഒരു കാലത്ത് സ്വയം പര്യാപ്തമായിരുന്ന കർഷകർ ഇന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിനായി കിലോമീറ്ററുകൾ നടന്ന് ക്യാമ്പുകളിൽ എത്തുന്നു. അവിടെയും പക്ഷേ അവർക്ക് നിരാശ മാത്രമാണ് ലഭിക്കുന്നത്. യുദ്ധം അവസാനിച്ചപ്പോൾ പലായനം ചെയ്തവർ തിരികെ വരുമെന്നും ജീവിതം സാധാരണ നിലയിലാകുമെന്നുമായിരുന്നു രാജ്യം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ തന്നെയാണ് കഴിയുന്നത്. അവരുടെ വീടുകളും കൃഷിയിടങ്ങളും ഒന്നുകിൽ നശിപ്പിക്കപ്പെട്ടോ അല്ലെങ്കിൽ ഇന്നും സായുധ സംഘങ്ങളുടെ നിയന്ത്രണത്തിലാണ്. സർക്കാരും അന്താരാഷ്ട്ര സമൂഹവും നൽകിയ വാഗ്ദാനങ്ങൾ വെറും വാക്കുകളായി മാത്രം ഒതുങ്ങി. ആരോഗ്യ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നു. മരുന്നുകളുടെ അഭാവം മൂലം തടയാവുന്ന രോഗങ്ങൾ പോലും അവിടെ മരണ കാരണമാകുന്നു. പ്രസവത്തിനിടെ മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചിരിക്കുന്നു. ഈ ദുരിതത്തിന്റെ ഏറ്റവും ദയനീയമായ മുഖം അവിടുത്തെ കുട്ടികളാണ്. കടുത്ത പോഷകാഹാരക്കുറവ് മൂലം വളർച്ച മുരടിച്ച ഒരു തലമുറയാണ് അവിടെ വളരുന്നത്. സ്കൂളുകൾ പലതും ഇന്നും തുറന്നിട്ടില്ല. തുറന്നവ തന്നെ അഭയാർത്ഥി ക്യാമ്പുകളായി മാറിയിരിക്കുകയാണ്. മറ്റൊരു വശത്ത് സ്ത്രീകൾ ക്രൂരമായി ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നു. യുദ്ധകാലത്ത് നേരിട്ട ലൈംഗിക അതിക്രമങ്ങളുടെ ആഘാതത്തിൽ നിന്ന് അവർ ഇന്നും മുക്തരായിട്ടില്ല. അവർക്ക് ആവശ്യമായ മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകാൻ ആളില്ലാത്ത അവസ്ഥയും അവിടെയുണ്ട്. പട്ടിണിയിൽ നിന്ന് മക്കളെ രക്ഷിക്കാൻ തങ്ങളുടെ മാനം പോലും പണയം വെക്കേണ്ടി വരുന്ന അമ്മമാരുടെ കഥകളാണ് ടിഗ്രയിൽ നിന്ന് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ ശ്രദ്ധ ഇപ്പോൾ ഗസയിലും യുക്രൈനിലുമാണ്. അത് ആവശ്യവുമാണ്. എന്നാൽ ഇക്കാരണത്താൽ മാത്രം ടിഗ്രയിലെ ജനങ്ങളുടെ വിലാപം കേൾക്കാതിരിക്കുന്നത് ശരിയല്ലെന്നാണ് വിലയിരുത്തൽ. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് ടിഗ്രേ പതുക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സഹായം പുനരാരംഭിച്ചു എന്ന് ഔദ്യോഗികമായി പറയുമ്പോഴും അത് താഴെ തട്ടിലുള്ള ആവശ്യക്കാരിലേക്ക് എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോജിസ്റ്റിക് പ്രശ്നങ്ങളും ബ്യൂറോക്രസിയും സഹായ വിതരണത്തെ തടസ്സപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്.